പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഇന്ന് രേഷ്മ എന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ രേഷ്മയായി സംസാരിക്കാം. ഞാൻ രേഷ്മ. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇതുവരെ എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അതിനുവേണ്ടി ചെയ്യാൻ ഇനി നേർച്ചകളോ വഴിപാടുകളോ ഒന്നും തന്നെ ബാക്കിയില്ല. ഒരുപാട് ചികിത്സകളും ഞങ്ങൾ ചെയ്തു. എന്നിട്ടും ഒരു ഫലവും കണ്ടില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒരുമാതിരി മുനവച്ചുള്ള ചോദ്യങ്ങൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ടായിരുന്നു. കുട്ടി ഉണ്ടാകാത്തത് എന്റെ പ്രശ്നം കൊണ്ടല്ല, അത് ഏട്ടന്റെ പ്രശ്നം കൊണ്ടാണെന്ന് വീട്ടുകാർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാത്തത്. ഒരു ദിവസം എന്റെ വകയിലുള്ള ഒരു അമ്മാവി എന്റെ വീട്ടിൽ വന്നു. പതിവ് ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വേദനിപ്പിക്കുന്നതിന് പകരം നല്ലൊരു ഡോക്ടർ ഉണ്ടെന്നും അവിടെ പോയി ഡോക്ടറെ കണ്ടാൽ 1 വർഷത്തിനകം ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നും അമ്മായി പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി എനിക്ക്. അക്കാര്യം അപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. ചേട്ടനും അത് കേട്ടപ്പോൾ വലിയ സന്തോഷവാനായി. കാരണം ഏട്ടൻ കുറെ നാളായി വല്ലാത്ത നിരാശയിലായിരുന്നു. എന്നും എന്റെ ജീവിതം നശിപ്പിച്ചെന്നും പറഞ്ഞ് ഒരുപാട് വിഷമിച്ചിരുന്നു. ഏട്ടനെ ഉപേക്ഷിച്ചിട്ട് പോയി മറ്റൊരു വിവാഹം കഴിക്കാൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ എന്തും സഹിച്ചും ഇവിടെ തന്നെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ എവിടേക്കും പോയില്ല. ഏട്ടന്റെ അമ്മയ്ക്കും ഈ വാർത്ത ഒരുപാട് സന്തോഷം നൽകി. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷമായി. എത്രയും വേഗം പോയി ആ ഡോക്ടറെ കാണണമെന്നും നിങ്ങൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞിനെ വേണമെന്നും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഞങ്ങളെ നിർബന്ധിച്ചു. ഏട്ടൻ ജോലി കഴിഞ്ഞു വരുന്നതിനായി ഞാൻ കാത്തിരുന്നു. ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ മുഖത്തെന്തോ ഒരു വല്ലാത്ത വിഷമം. ഞാനത് ശ്രദ്ധിച്ചു. എന്താണെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. പക്ഷെ എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത കേട്ടിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജോലി സ്ഥലത്തുണ്ടായ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ച് ആദ്യമൊന്നും ഞാൻ അതേപ്പറ്റി ചോദിച്ചില്ല. പിന്നീട് ഈ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോൾ ഏട്ടനൊരു താല്പര്യക്കുറവ് പോലെ എനിക്ക് തോന്നി. എന്താണെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. ആ ഡോക്ടർ ആള് ശരിയല്ല, സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന ആളാണെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന്റെ ദുഃഖമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതിഫലിച്ചത്. അതുകൊണ്ട് ആ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ ഒരു മടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇക്കാര്യം അറിഞ്ഞതിന് ശേഷവും ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിച്ചു. കാരണം എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ളത് അതിയായ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി എത്ര മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നാലും കുഞ്ഞിനെ വേണമെന്ന് മാത്രമായിരുന്നു ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്തു തന്നെ ആയാലും ഞാൻ സഹിച്ചോളാമെന്നും എന്നെ അവിടെ നിന്ന് കൊണ്ടുപോ എന്നും പറഞ്ഞ് അദ്ദേഹത്തോട് ഞാൻ നിർബന്ധിച്ച് വാശി പിടിച്ചു. അവസാനം എന്റെ വാശിക്ക് അദ്ദേഹം നിന്നു തന്നു. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഒരു പാവം ഭർത്താവാണ് എന്റേത്. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില സംശയാസ്പദമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ വീട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ ക്ലിനിക്കൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അതുതന്നെ എനിക്ക് വല്ലാത്ത സംശയത്തിനിടയാക്കി. പ്രശ്നമൊന്നും ഉണ്ടാകില്ല, ഭർത്താവും കൂടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ വന്ന് എന്റെ പേരും മേൽവിലാസവുമെല്ലാം എഴുതിയെടുത്തു. അതിനുശേഷം പരിശോധനയ്ക്കെന്നും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി. ഭർത്താവിന്റെ അടുത്ത് പുറത്തു നിൽക്കാൻ പറഞ്ഞു. ആ സമയം എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു പേടി അനുഭവപ്പെട്ടു. ഇങ്ങനെ ഒരു പരിശോധന ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. പറയുമ്പോൾ 4 വർഷമായി ഞാൻ ഈ അസുഖത്തിനുള്ള ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കുട്ടി ഉണ്ടാവാത്തത് എന്റെ ഭർത്താവിന്റെ കുഴപ്പം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എവിടേക്ക് വരേണ്ട കാര്യമുണ്ടോ? ഞാൻ പുറത്തിരുന്നാൽ പോരെ എന്ന് ഞാൻ ആ നേഴ്സിനോട് ചോദിച്ചു. അവർ പറഞ്ഞു, അല്ല, സ്ത്രീകൾക്കാണ് ഇവിടെ ചികിത്സ കൊടുക്കുന്നതെന്ന്. ആ പറഞ്ഞത് കേട്ട് ഞാൻ വല്ലാതെ പേടിച്ചുപോയി. എന്നെ ഡോക്ടറുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് എന്റെ ഭർത്താവ് പുറത്തിരുന്നു. എനിക്ക് ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി മറ്റൊരു ഡ്രസ്സ് ധരിക്കാൻ എന്റെ കയ്യിൽ കൊണ്ടു തന്നു. അത് ധരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക റൂമും തന്നിരുന്നു. ഞാൻ ആ റൂമിൽ പോയി ആ ഡ്രസ്സും ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ആ വസ്ത്രം ഒരുപാട് നാളായി കഴുകിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കരമായി വിയർപ്പിന്റെ മണമായിരുന്നു ആ വസ്ത്രത്തിന്. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ എനിക്ക് വല്ലാത്ത നാണം തോന്നി.
അതുപോലുള്ള ഒരു വസ്ത്രമായിരുന്നു അത്. പക്ഷേ ഞാൻ അത് ധരിച്ചു. എനിക്ക് ഇന്നേ വരെ ഇതുപോലൊരു വേഷത്തിൽ ആരുടെ മുൻപിലും നിൽക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് മനസ്സിനെന്തോ വല്ലാത്തൊരു വിഷമം തോന്നി. പക്ഷേ കുഞ്ഞിനെ പറ്റി ആലോചിച്ചപ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല. ഡോക്ടർ വന്ന് എന്റെ മുന്നിൽ കിടന്ന കസേരയിലിരുന്നു. എന്നോട് എന്താണ് പേര്, എത്ര വയസ്സായി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്റെ പ്രാഥമിക വിവരങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങി. ഡോക്ടറുടെ സംസാരം എനിക്കത്ര ഇഷ്ടമായി തോന്നിയില്ല. എന്നോട് ഇത്രയും സുന്ദരിയായിട്ടും 4 വർഷമായി കുഞ്ഞുങ്ങളായില്ലേ എന്ന് ചോദിച്ചു. അത് വല്ലാത്തൊരു പരുക്കൻ ചോദ്യമായി എനിക്ക് തോന്നി. ഭർത്താവിനല്ലേ പ്രശ്നമുള്ളൂ, തനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, പിന്നെന്താ ഇത്രയും നാളായി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാഞ്ഞത് എന്നും ചോദിച്ചു. ആ ചോദ്യത്തിന് മറ്റൊരർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ നിശബ്ദയായി നിന്നു. എന്റെ മുന്നിൽ ഒരുപാട് സ്ത്രീകൾ കുഞ്ഞുങ്ങളില്ലാത്ത വിഷമത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ വിഷമം ഞാൻ മാറ്റി കൊടുത്തിട്ടുമുണ്ട്. കാരണം ദൈവം എനിക്ക് അതിനുള്ള മരുന്ന് ആവശ്യത്തിൽ കൂടുതൽ തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിനക്ക് കാര്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും എനിക്കതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നെനിക്കറിയാം. നീ ഇത് പുറത്താരോടും പറയാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാം. നിനക്ക് വേണ്ട എങ്കിൽ ഇപ്പോൾ തന്നെ ഈ റൂമിൽ നിന്നും പുറത്തു പോകാം. അതല്ല, നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോളൂ. നിനക്കുള്ള സമയം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ പതറിപ്പോയി. മനസ്സിൽ 1000 ചോദ്യങ്ങൾ വന്നു. എന്റെ കൺമുന്നിൽ ഒരു കുഞ്ഞിക്കാല് കാണണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുനവെച്ച ചോദ്യങ്ങളും എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഈ നിമിഷം ഞാൻ എടുക്കുന്ന തീരുമാനമായിരിക്കും എന്റെ ഭാവി നിശ്ചയിക്കുന്നത്. പുറത്ത് എന്റെ ഭർത്താവ് കാത്തിരിക്കുന്നുണ്ട്. അതും വളരെ സ്നേഹവും എന്ത് ത്യാഗവും ചെയ്യാൻ മനസ്സുള്ള ഒരു മനുഷ്യനാണത്. ചിലപ്പോൾ ഈ കാര്യത്തിന് പോലും അദ്ദേഹം സമ്മതിക്കുമായിരിക്കും. അത്രയ്ക്കൊരു പാവമാണ് അദ്ദേഹം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. ആരോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാനില്ലാത്തതിന്റെ ദുഃഖം എനിക്കപ്പോൾ ഉണ്ടായിരുന്നു. അരമണിക്കൂർ ആലോചിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പുറത്തേക്കൊന്നും പോകാതെ അവിടെ തന്നെ ഇരുന്നു. എനിക്ക് സമ്മതമാണെന്ന് ഡോക്ടർക്ക് അതിൽ നിന്നും മനസ്സിലായി. ഡോക്ടർ എന്നോട് പറഞ്ഞു, അപ്പോൾ നമ്മൾക്ക് പ്രൊസീജിയർ തുടങ്ങാം അല്ലേ? ഞാൻ മൂളി. പിന്നീട് 1 മണിക്കൂറിന് ശേഷമായിരുന്നു ഞാൻ ആ പ്രൊസീജിയർ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. അപ്പോഴേക്കും എന്റെ ഉദരത്തിൽ ഒരു ജീവന്റെ തുടിപ്പ് തുടങ്ങിയിരുന്നു. എന്റെ ഭർത്താവ് എന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ എന്നൊക്കെ. ഞാനൊന്നും പറഞ്ഞില്ല. പ്രൊസീജിയറിനുള്ള പണം എന്റെ ഭർത്താവിൽ നിന്നും ഡോക്ടർ വാങ്ങിച്ചു. അത് കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. ഭർത്താവ് ഡോക്ടറോട് ചോദിച്ചു, ഇനി എത്ര നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും ഒരു കുഞ്ഞിനായി? ഡോക്ടർ പറഞ്ഞു, മരുന്ന് കൊടുത്തിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് അതിന് പറ്റും. അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഭർത്താവ് അപ്പോൾ തിരികെ ചോദിച്ചു, കുഴപ്പം എനിക്കാണെന്നാണല്ലോ ഇത്രയും നാൾ പറഞ്ഞത്. പിന്നെ ഇവൾക്കാണോ മരുന്ന് ചെയ്യേണ്ടിയിരുന്നത്? ഡോക്ടർ അപ്പോൾ പറഞ്ഞു, അതെ, സ്ത്രീകൾക്കാണ് ഇതിനുള്ള മരുന്ന് കൊടുക്കേണ്ടത്, അല്ലാതെ പുരുഷന്മാർക്കല്ല. അതുകൊണ്ടാണ് ചികിത്സ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തത്. എന്തായാലും 1 വർഷത്തിനകം ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടും. ഡോക്ടറുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് എന്റെ ഭർത്താവ് എന്നെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി. 1 മാസം കഴിഞ്ഞ് എനിക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കാൻ തുടങ്ങി. അതെന്റെ ഭർത്താവിന് ഒരുപാട് സന്തോഷമായി. അങ്ങേർ കാരണം എന്റെ ജീവിതം നശിപ്പിച്ചെന്നായിരുന്നു അങ്ങേരുടെ നിരാശ. അതിക്കാരണത്താൽ മാറിക്കിട്ടി. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല.